ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആരെങ്കിലും നമ്മളെ വിട്ടുപോവുകയാണെങ്കിലും പലപ്പോഴും അവരുടെ ജന്മദിനം നമ്മൾ ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചരമദിനം നമ്മൾ ഓർക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം SPG ഓർമ്മക്കൂട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ ഈ സ്ഥാപനം ഇല്ലാതാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്, അത് പ്രവർത്തിക്കുന്നത്. 2017 നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇല്ലെന്നായിരുന്നു എൻ്റെ ഓർമ്മ. ഒരു വർഷമോ മറ്റൊന്നും തുടങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും രാവിലെ നമ്മൾ ഇതുപോലെ നമ്മുടെ ആ സ്ഥാപനത്തെ ഓർമ്മിക്കുവാനായിട്ട് ഒത്തുകൂടാറുണ്ട്. അതുപോലെയാണ് ഇന്നും നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് രഹസ്യമായിട്ട് എന്തോ ഒരു ഒളിച്ചു പറയുന്നത് പോലെ ഒരു എന്താ പറയുക, ഒരു ജാള്യതയുടെ ചിരിയോടുകൂടി പറയുന്നത് കേൾക്കുന്നത് മെർജർ ഇസ് എ പ്രോബ്ലം എവ്രിവെയർ ആൻഡ് അറ്റ് ഓൾ ടൈംസ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനു ചെയ്തു എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാനില്ല. അപ്പോൾ ഇന്ന് 100 വർഷം പിന്നിടുന്ന ഒരു സ്ഥാപനം ഇന്ന് ഇവിടെ ഫൗണ്ടേഷൻ ഇടാൻ പറ്റുമോ? ഒരു കെട്ടിടത്തിന് ഫൗണ്ടേഷൻ ഇടാൻ പറ്റും, ഒരു വലിയ സമുച്ചയത്തിന് നമുക്ക് അടിക്കലിടാൻ പറ്റും. പക്ഷേ 100 വർഷത്തോളം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് നമുക്ക് പടുത്തുയർത്താൻ തന്നെ പറ്റുമോ? സാധ്യതയേ ഇല്ല. വളരെ തുലനിരളമായ സാധ്യതയാണ്. കാരണം അത്രത്തോളം ലോഞ്ചിവിറ്റി സാമ്പത്തിക മേഖലയിലല്ല, സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും ഇല്ലാതില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും ഈ 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വേണമെന്നുണ്ട്. പലപ്പോഴും അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ എന്നുള്ള മോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 100 വർഷം 100ഓളം അല്ലെങ്കിൽ വളരെ ദീർഘമായ കാലാവധിയിൽ ജീവിച്ചിരുന്ന, സ്ഥാപിക്കപ്പെട്ടിട്ട് നിലനിന്ന് വന്ന ഒരു സ്ഥാപനത്തിൻ്റെ അതിനെ പരിരക്ഷിക്കുവാനുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് ഇല്ലാതെ പോകുന്ന ഒരു രാജ്യത്തിന്, ആ രാജ്യം ഒരുപാട് അപകട മേഖലകളിലൂടെ കടന്നു പോകും. എവിടെയും തിരിച്ചു വരവേണ്ട ഒരു പാതയുണ്ട്. ഞാൻ പറയുന്നത് എന്താ പറയുക, എല്ലാം പുറകോട്ട് പോയിട്ട് പ്രാചീനതയിലേക്ക് പോകണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളുടെ കോൺസെപ്റ്റ്സ്, നമ്മളുടെ അടിസ്ഥാന ചിന്താ പ്രക്രിയ എന്ന് പറയുന്നതിലേക്ക് തിരിച്ചു വരവേണ്ട ഒരു വളരെ ഉയർന്ന സ്പന്ദനം നാം കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ SPGയുടെ നിലനിൽപ്പിനെ പറ്റിയിട്ട് നാം ആലോചിക്കുന്നത്, SPGയുടെ പ്രസക്തിയെ പറ്റി നാം ആലോചിക്കുന്നത്. അപ്പോൾ ആ പ്രസക്തി എന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പേര് കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ നാം നിൽക്കുന്ന ഈ സംഗ്രഹാലയത്തിൻ്റെ പേര് പാദമുദ്ര അല്ലെങ്കിൽ ഫുട് പ്രിൻറ്റ്സ് എന്നാണ്. പാദമുദ്ര എന്ന് പറഞ്ഞാൽ പതിപ്പിച്ച് പോയ കാര്യമാണ്. നടന്ന വഴിയിൽ പതിഞ്ഞു പോയതാണ് നമ്മുടെ പാദമുദ്ര. നടക്കാനുള്ള വഴിയിൽ പതിയാതെ പോകുന്നത് പാദമുദ്ര ആകുകയില്ല. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് ഈ പാദമുദ്രകളിൽ തിരിഞ്ഞു നോക്കി ഇത് എൻ്റെയും പാദമുദ്രയാണ്, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരുടെ പാദമുദ്രയാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേർ, ഇനി എത്ര നാൾ? ഇതൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നാമൊക്കെ തന്നെ ഇനി ഇവിടെ എത്ര നാൾ എന്നൊരു ചോദ്യത്തിലേക്ക് ആയിരിക്കും വീണ്ടും അത് ചെന്നെത്തുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് SBTയിൽ നിന്ന് തന്നെ SBIയിലേക്ക് മാറുകയും അവിടെ നിന്ന് വിരമിക്കാനായിട്ട് ഈ സ്ഥാപനവുമായിട്ട് ചേർന്ന് ഇംഗ്ലീഷിൽ ഡൗട്ടെയിലിംഗ് എന്ന് പറഞ്ഞൊരു ശൈലിയും, അതായത് ഒരു പ്രാവിൻ്റെ ചിറകുകൾ ഉണ്ടായിരുന്ന തൂവലുകൾ എങ്ങനെയാണോ അടുക്കിയിരിക്കുന്നത് അതുപോലെ നമ്മൾ സേവിച്ചിരുന്ന ആ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ആശകളും അഭിലാഷങ്ങളും നമ്മുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആശയാഭിലാഷങ്ങളും നമ്മൾ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും നിയോഗങ്ങളും ദർശനങ്ങളും എല്ലാം ഒരുമിച്ച് ഒരു പ്രാവിൻ്റെ ചിറകിലെ തൂവലുകൾ പോലെ മനോഹരമായ രീതിയിൽ അടുക്കി വെച്ചതുപോലെയാണ് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിരുന്നത്. അതിൻ്റെ എല്ലാ ഓർമ്മ പുതുക്കാനും ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ എളിയ നിലയിൽ ഞാൻ ഓണാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് കഴിയുന്നത്ര നാൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇടവരുത്തട്ടെ. നമ്മുടെ ഹരികുമാർ സാറ് 7:45 ഇവിടെ വന്നു പോയി എന്ന് പറയുന്നത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഫുട് പ്രിൻറ്റ്സും SBTയും മാത്രമായിരുന്നു. അതുകൊണ്ടാണ് 8:45 കഴിഞ്ഞ 3 ദിവസമായിട്ട് മെസ്സേജ് കൊടുക്കുന്നു എങ്കിലും
7:45 അദ്ദേഹം ഇവിടെ എത്തും. അത്രമാത്രം മനസ്സിനോട് അറ്റാച്ച്ഡാണ് നമ്മുടെ SPT. ചാഞ്ഞ് നിൽക്കുന്ന, നിറഞ്ഞ് കാഴ്ച നിൽക്കുന്ന ബന്ധവും ആ കുടുംബവും അത്രമാത്രം അറ്റാച്ച്ഡാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നൂറനാടാണ് അമീർ ഹംസയുടെ വീട്. അദ്ദേഹം കസീർ ഖാൻ്റെ വീട്. അദ്ദേഹം വേറെ ഏതെങ്കിലും കാരണവശാൽ ട്രിവാൻഡ്രത്ത് വന്നതായിരിക്കുമെങ്കിലും ഈ ഫൗണ്ടേഷൻ ഡേയിൽ ഇവിടെ വരാൻ അദ്ദേഹത്തിനുണ്ടായ മനസ്സ് എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ആ SPTയോടുള്ള, ആ കുടുംബത്തോടുള്ള അറ്റാച്ച്മെന്റ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് പല കാര്യത്തിലും ശരിക്കും ഒന്ന് ഓർക്കുന്നത് സാരോട് സംസാരിച്ച് നമ്മുടെ സപ്തതി ആഘോഷവും 70-ാം ജന്മദിനവും ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്. നമ്മുടെ സുരേഷ് ബാബു വന്ന് കാസർഗോഡ് നിന്ന് സൈക്കിൾ ചവിട്ടി ഇവിടം വരെ എത്തിയ സുരേഷ് ബാബുവിൻ്റെ വൈഫ് രാജി ഉണ്ടായിരുന്നു, പ്രഭാകരം ഉണ്ടായിരുന്നു. അന്ന് ഈ ഫുട്പ്രിൻ്റിൻ്റെ ഇനാഗുറേഷനും അന്നത്തെ ഞാൻ കൊല്ലത്തായിരുന്നുകൊണ്ട് ഞാൻ കൊല്ലത്ത് വെച്ച് സുരേഷ് ബാബുവിന് ഞങ്ങൾ അവിടെ ഒരു സ്വീകരണം കൊടുത്തതും സുരേഷ് ബാബുവിൻ്റെ പുറകെ ഞങ്ങൾ കൊട്ടിയം വരെ വന്നതും ഒക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. അത് നമ്മുടെ ബാങ്കിനോടുള്ള ആ സ്നേഹം അത് നമുക്ക് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടോ ഒന്നും നമുക്ക് പറഞ്ഞിട്ട് തീരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവിടെ നിൽക്കുമ്പോൾ ലെമിന മേഡത്തിൻ്റെ സർവീസിലെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ ബാങ്കിലേക്ക് സെക്കൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ വലിയ കുടുംബത്തിലേക്ക് കാല് വെച്ച് കയറിയ ആ സെക്കൻഡ് മുതൽ നമ്മളുടെ നടന്ന വഴികളെ അല്ലെ അന്ന് ആദ്യം മുതലുള്ള അല്ലേ വഴികൾ ഓരോന്നും നമ്മുടെ മനസ്സിലിങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ മരണം വരെ നമുക്ക് ഓർമ്മയുള്ള കാലം, നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന കാലം വരെ നമ്മൾ മറക്കരുത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ SBT, നമ്മുടെ മാതാപിതാക്കൾക്ക് SBT, അതെല്ലാം അവർക്കില്ല. അവരിന്ന് ചിന്തയിൽ പോലും വേറൊരു ബാങ്കില്ലായിരുന്നു. ഇപ്പോഴും അവർക്കൊക്കെ അവർ തന്നെ പറയും നമ്മുടെ SBT എന്തായിരുന്നുവെന്ന്. മാഡം പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ വളർത്തി കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തുമാത്രം അവസരങ്ങളാണ്, എന്തുമാത്രം പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ ബാങ്കുകൾക്ക്. നമ്മളെയൊക്കെ എത്രയധികം ചേർത്ത് പിടിച്ച ബാങ്കാണ്. തീർച്ചയായിട്ടും വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മുടെ SBT എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നിന്ന് പോയല്ലോ എന്നുള്ളത്. പക്ഷെ ഇന്നും ഹരികുമാർ സാറിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിലെ ആ സപ്തതി ആഘോഷവും ഈ ഫുട്പ്രിൻസിൻ്റെ ഇനാഗുറേഷനും ഇവിടേക്ക് നമുക്ക് കടന്നു വരാനുള്ളതും നമ്മുടെ ചരിത്രവും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസമാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നമുക്ക് പറ്റുന്നിടത്തോളം കാലം വരും വർഷങ്ങളിലും വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ വർഷങ്ങളിലും ഇനി അതല്ല അതിനിടയ്ക്കാണെങ്കിലും പറ്റുമെങ്കിലും നമുക്ക് ഈ ഫുട്പ്രിൻസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുകയും നമ്മുടെ ഓർമ്മകൾ നമ്മളൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ എനിക്കറിയാം ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ചിലുണ്ടായിരുന്ന പല ലെഡ്ജേഴ്സ് കൊല്ലത്ത് നിന്ന് കൊടുത്തുവിട്ട സേഫ് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ കൊല്ലം മെയിൻ ബ്രാഞ്ചിലിരുന്ന സേഫ് ഒക്കെയാണ്. നമുക്കൊക്കെ അത് മനസ്സിൽ ഇങ്ങനെ ധാരാളം ഓർമ്മകളാണ് നമുക്ക് വരുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഒത്തുകൂടാം. എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് ഒത്തുകൂടാൻ സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ SBTയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഓർമ്മക്കൂടും. അതുപോലെ മുമ്പേ പറഞ്ഞില്ലേ കണ്ണൂരിലെ സംഗമം, ആലപ്പുഴയിലെ സംഗമം, ആ കോട്ടയത്ത് കഴിഞ്ഞ വർഷം നടന്നു. ഈ അടുത്ത 28 தினமும் மலரும் கனவுகள் நாங்கள் ஒவ்வொரு மனித வாழ்வில் ஒளிரும் நம்பிக்கை நாங்கள் கடமை உணர்வும் கருணை மனமும் எமக்கு 2 கண்கள் உயர்தரமான சேவை தன்னில் முன்னோடிகள்